അപ്പോൾ ഇനി നമുക്ക് സ്കേർട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്കേർട്ട് തയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 പാനലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാകും. കാരണം നമുക്ക് ഓരോ പാനലും ജോയിൻ ചെയ്ത് കൊടുക്കാം. നോർമൽ സ്റ്റിച്ച് ചെയ്യണം. ഇനി അടുത്ത് നമുക്ക് ഫ്ലീറ്റ് തുടങ്ങാം. ഫ്ലീറ്റ് ഇടുമ്പോൾ നമുക്ക് എത്രത്തോളം തുണി എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ ബാക്കി വരുന്ന ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ളിലോട്ട് തള്ളിയിടണം. ഫസ്റ്റത്തെ ഫ്ലീറ്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ഫ്ലീറ്റ് ഇടാൻ മീൻസ് നമുക്ക് ഇങ്ങനെ കുറച്ച് ചെറുതായിട്ടൊന്ന് ഇപ്പം നമുക്കിപ്പോൾ ഞാനിവിടെ 120 ഇഞ്ചസ് ഉണ്ട് നമ്മുടെ ഈ ഒരു ടോട്ടൽ മീറ്റർ. അതായത് 1.5 ടോട്ടൽ 3 മീറ്റർ വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ 3 മീറ്ററിൻ്റെ റൗണ്ട് ഉണ്ടാവും നമുക്ക്. സ്കേർട്ട് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കും. അപ്പോൾ അതിൽ നമുക്ക് വേസ്റ്റ് വരുന്നത് 20 ഇഞ്ചാണ്. 20 ഇഞ്ചിൽ നമ്മളൊരു 15 ഫ്ലീറ്റ്സ് ഇടാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 15 ഫ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ 20 ഓരോ ഫ്ലീറ്റും തമ്മിൽ 1.3 ഇഞ്ചസിൻ്റെ ഗ്യാപ്പിൽ വേണം നമ്മൾ ഓരോ ഫ്ലീറ്റും ഇടാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാൽ മതി. പിന്നെയുള്ളതൊക്കെ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് കയറ്റി വരണം. ഇവിടെ നമുക്ക് ഓൾറെഡി ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം. ഒരു 4 ഇഞ്ചൊക്കെ നമുക്കൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം. തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റത്തെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. 1.3 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഫസ്റ്റത്തെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റത്തെ ഫ്ലീറ്റ് നമുക്ക് 1 ഇഞ്ചൊക്കെ തന്നെ വരുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഇതേ സെയിം ഗ്യാപ്പിൽ, അതായത് 1.3 ഗ്യാപ്പിൽ വരണം. അത് നമുക്ക് ടോട്ടൽ എത്ര ഇതായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 120 ഇഞ്ചസാണ് നമ്മുടെ മൊത്തം ഫാബ്രിക് ഉള്ളത്. അതിന് 20 കുറച്ചതിന് ശേഷം ബാക്കി വരുന്നതിന് 15 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 7 ഇഞ്ചാണ് വരുന്നത്. 7 ഇഞ്ച് എത്രത്തോളം നമ്മൾ ഉള്ളിലേക്ക് ഫ്രില്ലിട്ട് പോകണം. ഫസ്റ്റ് 2 ഫ്ലീറ്റൊക്കെ നമുക്ക് മാക്സിമം കിട്ടണ അത്രയ്ക്ക് ഇടാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് നമുക്ക് ഉള്ളിലേക്ക് തള്ളിയിടാൻ പറ്റും. ഇനി അടുത്തത് ഇതിങ്ങനെ നോക്കണതിന് പകരം ഒരു വല്ല പേപ്പറിൽ നമുക്ക് മീൻസ് 1.3 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്ലീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അല്ലേ ഗ്യാപ്പ്. നമ്മൾ ബാക്കിൽ നമ്മൾ എത്ര തള്ളിയിട്ടാലും ഉള്ളിലേക്ക് കിടക്കുന്നത് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അതായത് ഫ്രണ്ട് കാണുമ്പോൾ നല്ല ഫിനിഷിങ് തന്നെ നിൽക്കണം. ഇപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്രില്ലൊന്ന് 1 ഇഞ്ചോളൊക്കെ നമുക്ക് തയ്ച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ അടുത്ത ഫ്രില്ല് പിടിക്കാം. ഇപ്പോൾ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് മീൻസ് 1 ഇഞ്ച് എന്നുള്ളത് 1.5 ഇഞ്ചൊക്കെ നമുക്കിങ്ങനെ
ഫ്രില്ലിൻ്റെ ഗ്യാപ്പ് ഇടാം. കുഞ്ഞു പിള്ളേർക്ക് ആകുമ്പോൾ കുറേ ഗ്യാപ്പ് ഇട്ടാൽ അത് അത്ര ഭംഗി ഉണ്ടാവില്ല. ഏകദേശം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്രില്ലിട്ട് പോകണമെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ഇതൊരു ഓപ്ഷനിലാണ്. കാരണം നമുക്ക് നന്നായിട്ട് ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 1.5 മീറ്റർ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം ഒരു ചെറിയ കുട്ടിയൊക്കെ നമുക്ക് പട്ടുപാവാട ഈസി ആയിട്ട് തയ്ക്കാവുന്നതുള്ളൂ. നല്ല ഭംഗിയിൽ കുഞ്ഞിനെ നല്ല ഫ്ലീറ്റുകളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം മാത്രം. ഇങ്ങനെ എല്ലാ ഫ്രില്ലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഈ പട്ടുപാവാടയ്ക്ക് തുണി എടുക്കാൻ പോകുമ്പോൾ ആർക്കും സംശയം ഉണ്ടാവില്ല ഏകദേശം എന്തോരം തുണി എടുക്കണം എന്നുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും തയ്ച്ചതിന് ശേഷം ഫ്ലീറ്റ് അയൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞാൻ അപ്പുറത്തെ വശത്ത് തയ്ച്ചു കൊടുത്തപ്പോൾ തന്നെ ഇപ്പുറത്തെ വശത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ 4 ഇഞ്ചോളം നമ്മൾ ഉള്ളിക്കിട്ടിട്ട് തയ്ച്ചു കൊടുക്കും. 4 ഇഞ്ച് നമ്മൾ ഒന്ന് സൈഡ് മടക്കി തയ്ച്ചു കൊടുക്കണം. ഈ ഒരു മെറ്റീരിയല് നമുക്ക് ഇപ്പോൾ തയ്ക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട്, അതായത് നമ്മളിട്ട ഫ്ലീറ്റ് കാരണമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല ഗ്യാദറിങ്ങോട് കൂടിയിട്ട് തന്നെ അറ്റം വരെ നല്ല ഫിനിഷിങ്ങിൽ കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പട്ടുപാവാട ഫ്ലീറ്റ്സ് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ മറ്റേ സെറ്റ് സാരി അങ്ങനത്തെ തുണിക്കാവുമ്പോൾ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്യണം. ഇത് നല്ല ഒന്ന് ഒഴിഞ്ഞു കൊടുത്തപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഉള്ളിലേക്ക് നന്നായിട്ട് ഫ്രില്ല് പോയിട്ടുള്ള കാരണമാണ് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുന്ന വഴിക്ക് തന്നെ അത് കറക്റ്റായിട്ട് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കില്ല. ഇനി നമുക്ക് ഇവിടെ വേസ്റ്റ് ബാൻഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ പാവാടയുടെ ഫ്ലീറ്റ്സ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡ് കൂട്ടിയിട്ടായാലും വേസ്റ്റ് ബാൻഡ് ജോയിൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ മീൻസ് സൈഡ് കൂട്ടിനായിട്ട് മുന്നേ വേസ്റ്റ് ബാൻഡ് ജോയിൻ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഈ തുണി എന്താ പറയുക, സാധാരണ നമുക്ക് പട്ടുപാവാടൊക്കെ തയ്യാൻ കണ്ട തുണി എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് സാരിയുടെ തുണി അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ തുണിക്കായിരിക്കും. അതൊക്കെ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതിനൊരു പെർഫെക്ഷൻ കളയും. ഈ ഒരു തുണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കുഴഞ്ഞെടുക്കുന്ന ടൈപ്പ് തുണിയാണ്. മാത്രമല്ല നമ്മൾ ഉള്ളിലേക്ക് നന്നായിട്ട് ഫ്ലീറ്റ് ഇട്ടുള്ള കാരണം നമുക്ക് ആ ഒരു ഫ്ലീറ്റ് കിടക്കുന്നതല്ല, നല്ല അത്യാവശ്യം നല്ല തിക്കിൽ തന്നെ, അതായത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്ലീറ്റ് വരെ കിടക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇവിടെ നിന്ന് ഒന്ന് അരികെ മടക്കി തയ്ക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാണ് വേണ്ടത്. ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ മടക്കി തയ്ക്കാനാണ് പോകുന്നത്.
വശത്തുനിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല വശത്തുനിന്നാണ് മീൻസ് നല്ല വശത്തുനിന്ന് പിറകിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ മടക്കി തയ്ക്കേണ്ടത്. പക്ഷെ നമ്മൾ ആക്ച്വലി ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ പഠിക്കുന്നവർക്ക് ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക നമുക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുന്നതായിരിക്കും. അതിൻ്റെ കാരണം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഈസി ആവണമെന്നുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ട് തയ്ക്കാം. നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു ചെറിയൊരു പട്ടമാരി വയ്ക്കാം. അപ്പോൾ അതിന് ഇത്രയ്ക്ക് വേണ്ട ലെങ്ത്, അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല വശമാണ്. അതായത് ഇപ്പുറത്തെ വശത്തേക്ക് നമ്മൾ മടക്കി വയ്ക്കാൻ പോണത്. അതിന് മുന്നേ എന്ത് ചെയ്തു, ഇതിനിങ്ങനെ ബാക്ക് വശത്ത് വെച്ചിട്ട് ഇങ്ങനെ വേണം നമുക്ക് വരാൻ. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഈ ഒരു പോർഷൻ ഇത്രത്തോളം വേണ്ട, നമുക്ക് ഇത്രത്തോളം മതി. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു പൊടിക്ക് താഴത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം. അതായത് ഈ ഒരു വരയെന്ന് കാണാണ്ടാവില്ലേ, സോറി, ഈ ഒരു വരയിന്ന്, അതായത് ഈ ഒരു വേസ്റ്റിൻ്റെ വരയിന്ന് ഒരു പൊടി 1/4 ഇഞ്ച് കൊണ്ട് ഒരു പൊടിക്ക് താഴത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം വെക്കാൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് തയ്ച്ചു കൊടുക്കാണ് വേണ്ടത്. ഇപ്പം തയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ഒരു ഇഞ്ചാണ് നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ കൂട്ടിയിടുന്നത്. അതൊരു പട്ടയ്ക്ക് അവിടെ കട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, കട്ട് ചെയ്ത് കളയണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അതിന് എല്ലാവർക്കും സംശയം വരും, അതെന്താണ് അവിടെ ഇട്ടേന്നുള്ള സംശയമൊക്കെ വരും. അപ്പോൾ അതിനുള്ള ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്. ഇനി കറക്റ്റ് ഈ കോർണർ പിടിച്ചിട്ട് ഉൾട്ടാതിരിക്കാം. എന്നിട്ട് എന്തെങ്കിലും ഷാർപ്പ് ആയിട്ടുള്ളത് വെച്ചിട്ട് ഇങ്ങനെ മൂലൊന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ട, ഇപ്പം നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഉണ്ട്. ഈ ഒരു വരയിന്ന് ഇത്രത്തോളം ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് അടിക്കുമ്പോൾ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സിനായാലും ഇപ്പോൾ പ്രാക്ടീസ് ആയിട്ടുള്ള ആൾക്കാർക്കായാലും ഈ പാവാടയുടെ വേസ്റ്റ് ബാൻഡ് ഫിനിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. ആർക്കും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. തുടക്കത്തിൽ തയ്ച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒപ്പം വെച്ച് തയ്ച്ച് വരാം. അതിനുശേഷം ഇവിടെ അടുത്ത് എത്താറാകുമ്പോൾ നമ്മൾ ഈ ഒരു വരയ്ക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരിക്കലും തയ്ക്കുമ്പോൾ ഈ ഒരു അറ്റത്തുനിന്ന് തയ്ച്ചു തുടങ്ങരുത്. നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കയറ്റി തയ്ച്ചു തുടങ്ങാം. അതോ ഇങ്ങനെ തയ്ക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യുള്ളൂ. അല്ല നമ്മൾ ഈ മേലത്തെ പോർഷനിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ അറ്റത്ത് തന്നെ തയ്ക്കണം. ഇപ്പം ഞാൻ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല. പിന്നെ എപ്പോഴും വേസ്റ്റ് ബാൻഡ് രണ്ടും പെർഫെക്റ്റ് ഇല്ലേ നോക്കണം. അതായത് ബാക്കിൽ ചുളിച്ചിൽ വന്നിട്ടില്ലല്ലോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അതിന് വേണ്ടി ഇവിടെ കറക്റ്റ് ഒന്ന് വലിച്ചിടാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഉള്ളിലേക്ക് മടങ്ങിയിരുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ട നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലൈൻ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിരിക്കും. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഭയങ്കര ഒരു ഡിഫറൻസുമായിരിക്കും. നമ്മുടെ വേസ്റ്റ് ബാൻഡിൽ ചുളിച്ചിൽ വരും. അങ്ങനെ കുറേ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അലവൻസ് ഇടുന്നതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ എല്ലായിടത്തും ഫോളോ ചെയ്യാം. ഒരു സൈഡിൽ കുറച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ കുറച്ച് കൂട്ടിയിടാം. അങ്ങനെ ചെയ്യാതെ ഇടുമ്പോൾ എല്ലായിടത്തും കറക്റ്റായിട്ട്.
ഇവിടെ തയ്ച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ പാവാട ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡ് കൂട്ടാൻ വേണ്ട. പട്ടുപാവാട അടിക്കാൻ വളരെ സിമ്പിളാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ 4 ഇഞ്ച് അടിച്ചിട്ടില്ലേ, അപ്പോൾ ആ ഒരു 4 ഇഞ്ചത്തെ ഇതൊക്കെ വഴി ഇവിടെ വേണമെങ്കിൽ നമുക്ക് സിബ് വയ്ക്കാൻ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വേസ്റ്റ് ബാൻഡ് ലാൻഡ് സ്കേർട്ട് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ വലിയ ഏജിലുള്ള ആൾക്കാർക്ക് വേസ്റ്റ് ബാൻഡ് എങ്ങനെയാണ് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഈ ഫ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ താല്പര്യമുള്ള ആ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ആ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് പട്ടുപാവാട സ്കേർട്ടിൻ്റെ വെള്ളിയോർക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇതൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പട്ടുപാവാട തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പട്ടുപാവാട നല്ല ഫ്ലീറ്റഡ് ആയിട്ടുള്ള പട്ടുപാവാട തയ്ക്കുന്ന വീഡിയോ ഏവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിതിൻ്റെ ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ അടുത്ത ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നമ്മൾ സിമ്പിളായിട്ട് ഒരു ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട്, അതായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ. പട്ടുപാവാട തയ്ക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആൻസർ തരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ.